ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫായിട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്ന നോർമൽ ചിക്കൻ ഫ്രൈ അല്ല, തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആയിട്ടാണ്. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയ ശേഷമാണ് അതിൻ്റെ സീക്രട്ട് എനിക്ക് മനസ്സിലായതും അതേ ടേസ്റ്റിലും ലുക്കിലും കിട്ടിയതും. ഇത് ഞാൻ ഉണ്ടാക്കി വീട്ടിൽ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും പെർഫെക്റ്റ് ആയെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ സീക്രട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഉറപ്പായും നിങ്ങൾക്ക് തനിനാടൻ തട്ടുകട ചിക്കൻ ഫ്രൈ കിട്ടും. 100% ഉറപ്പ് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഫോളോ ചെയ്താൽ നാച്ചുറലായി വരുന്നതാണ് ഇതിൻ്റെ കളർ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ സീക്രട്ട് റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1 കിലോ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നിങ്ങളത് വലിയ പീസാണെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇടണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം ചതച്ചത്. ഇത് പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ഇതെന്തായാലും ഇടണം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 3 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം മുഴുവനായിട്ടിടണം, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടണം, ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കറി മസാലപ്പൊടിയും ഇടണം. ഈ കറി മസാലപ്പൊടി ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പിൻ്റെ അളവ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇനി വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വിനീഗറാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇത് പിന്നെ നിങ്ങളെ സമയത്തിനനുസരിച്ച് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ മസാലയൊക്കെ പിടിക്കാൻ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പുരട്ടുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഈ ചിക്കൻ പീസിൽ എല്ലായിടത്തും നമ്മളെ ഈ മസാല കവറാവണം. ഇത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എന്തായാലും പുരട്ടി വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 1 മണിക്കൂർ ഒന്ന് പുരട്ടി വയ്ക്കാം. നമ്മളെ ചിക്കൻ പീസ് ഓയിലിൽ മുങ്ങിക്കിടക്കണം. അതൊരു പ്രധാന ടിപ്പാണ്. അങ്ങനെ ചിക്കൻ പീസ് ഓയിലിൽ മുങ്ങിക്കിടന്നാൽ മാത്രമേ നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന അത്രയും പെർഫെക്റ്റോട് കൂടി ഈ ചിക്കൻ ഫ്രൈ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. 1 സൈഡ് 5 മിനിറ്റും അതേപോലെ മറു സൈഡ് 5 മിനിറ്റ്, അങ്ങനെ നമുക്ക് 10 മിനിറ്റ് വേണം ഇത് ഫ്രൈ ആയിട്ട് വരാൻ. അതുപോലെ വേറൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഈ ഓയിലിൽ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള തട്ടുകടയിലെ ചിക്കൻ ഫ്രൈ കിട്ടത്തുള്ളൂ. ഞാൻ എന്താ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു സ്മെല്ല് വളരെയധികം നമുക്കിതിന് ഇഫക്റ്റീവ് ആവും. ഞാൻ ഈ റെസിപ്പി ഒരുപാട് തവണ ട്രൈ ചെയ്തതാണ്. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിന് ശേഷം കേട്ടാൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നതിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് വെച്ചാണ് ഇത് ഫ്രൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്ട്രെയിനറിലോട്ട് നമ്മൾ ഈ ഫ്രൈ മൂപ്പിച്ചതിട്ട് ഈ എക്സസ് ആയിട്ട് വരുന്ന ഓയിലെല്ലാം അങ്ങ് പോവും.
അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ തട്ടുകടയിൽ കിട്ടുന്ന അതേ ലുക്കിലും ടേസ്റ്റിലും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ സീക്രട്ട് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഈ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട് പതിവ് പോലെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു പുതുമയാർന്ന വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.